നമസ്കാരം. എനിക്കടുത്ത പനിയാണ്, അതുകൊണ്ട് ഒന്നും പ്രിപ്പയർഡ് ആവാൻ കഴിഞ്ഞില്ല. PV അൻവർ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഒരു ബൊമ്മ ഗവൺമെൻറ്റുമായിട്ടുള്ള യുദ്ധമെന്ന് തന്നെ പറയാം. അപ്പം അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പെട്ടെന്ന് ചിത്രത്തിൽ വരുന്നത് ഒന്ന് PV അൻവർ, പിന്നെ അജിത് കുമാർ എന്ന് പറഞ്ഞ ADGP, പിന്നെ പിണറായി വിജയൻ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ചിത്രത്തിൽ കാണുന്നത്. പക്ഷേ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അതിൽ പ്രമുഖനാണ് മറുകാടൻ എരപ്പാടി. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഗതി അത് മേലോട്ട് പോകണോ താഴോട്ട് പോകണോ നിശ്ചയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ ദുർമാർഗികളുണ്ട്. ഒന്ന് ഈ അജിത് കുമാറിനെ പോലുള്ള ആളുകൾ, അതിൽപ്പെട്ട മറ്റൊരാളാണ് ഈ മറുകാടൻ എരപ്പാടി. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം കേരളം തിരിച്ചു പിടിക്കുക എന്നൊരു പദ്ധതിയുണ്ട്. കേരളം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഭരണം, അത് ഞാൻ പരസ്യമായിട്ട് പറയട്ടെ, ഹിന്ദുക്കളുടെ കയ്യിലായിരുന്നു. പിന്നീട് കരുണാകരനെ ഇടങ്കോലിട്ട് വീഴ്ത്തിയത് മുതൽ ക്രിസ്ത്യാനിയുടെ കയ്യിലായി ഈ ഭരണം. കൃത്യമായിട്ട് പറയാൻ വെച്ചാൽ മറ്റൊരു യൂട്യൂബർ, അന്ന് യൂട്യൂബില്ല, അന്ന് പത്രങ്ങളാണ് ഉള്ളത്. മനോരമ പത്രം എന്ന് പറഞ്ഞ് അന്നത്തെ യൂട്യൂബ്, അവരാണ് പിന്നെ ഈ നാട് ഭരിച്ചിരുന്നത്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. കരുണാകരൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, ഭീഷ്മാചാര്യൻ എന്നൊക്കെയും പറയും, അദ്ദേഹത്തിൻ്റെ വീഴ്ച, അതിന് മനോരമയെ കൂട്ടുപിടിച്ച് ഇവിടുത്തെ പള്ളിക്കാരും പട്ടക്കാരും ഉമ്മൻചാണ്ടി അവനും കൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് എല്ലാത്തിനും വെള്ളപൂശിക്കൊണ്ടിരിക്കുക. ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ലഹളി ഉണ്ടായി. അത് വളരെ ആസൂത്രിതമാണത്. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു വർഗീയവാദി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ മക്കളും അതുപോലെ തന്നെയാണ്. പക്ഷെ ഇന്നത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ കുപ്പായം ഇട്ട് നടക്കുന്ന മുസ്ലിങ്ങൾ വരെ തെറി വിളിക്കും. കാരണം അവർക്ക് രാഷ്ട്രീയമാണ് വലുത്. പക്ഷെ ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയമല്ല വലുത്, മതമാണ് വലുത്. ഏത് രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും മതത്തിൻ്റെ കുതിരകയറ്റം. സിനിമാ രംഗത്തായാലും നാടക രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും പത്രപ്രവർത്തന രംഗത്തിലാണെങ്കിലും ഈ മതത്തിൻ്റെ കുതിരകയറ്റം നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കാര്യത്തിൽ എന്താണെന്നറിയില്ല, മുസ്ലിം സമുദായത്തിലെ തലതൊട്ടപ്പന്മാർ അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്തോന്ന് യൂട്യൂബ്, നമുക്ക് നമ്മുടെ കൂടുതൽ മദ്രസകൾ ഉണ്ടാക്കണം, കൂടുതൽ കുട്ടികളെ ആധ്യാത്മിക വിദ്യാഭ്യാസം കൊടുക്കണം, അതോടൊപ്പം തന്നെ അവർക്ക് ഭൗതികമായിട്ടുള്ള അക്കാഡമിക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം. പക്ഷേ അവരുടെ കാലിൻ്റെ അടിയിൽ കൂടെ പാര കയറുന്ന അവരറിയുന്നില്ല, കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഒഴുകിപ്പോകുന്ന അവരറിയുന്നില്ല. ഞാൻ വീണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഏകദേശം ഒരു വർഷമായിട്ടില്ലെന്ന് തോന്നുന്നു, ഒരു വർഷം മുൻപ് നാഗപ്പൂരിൽ നിന്ന് വന്ന മലയാളിയായിട്ടുള്ള നന്ദകുമാർന്നോ മറ്റോ ആണ് ഇവിടെ വന്ന ഒരാൾ, ഇവിടെയുള്ള സംഘപരിവാർ അനുകൂല ക്രിസ്ത്യൻ അനുകൂല യൂട്യൂബേഴ്സിനെ മുഴുവൻ വിളിച്ച് അതിനെ സംഘടിപ്പിച്ചു കൊടുത്തത് മുഴുവൻ ഈ മറുകാടൻ എരപ്പാളിയാണ്. ഇയാളെ വിശ്വസിക്കാം. അങ്ങനെ അവർ അയാളുടെ നിർദ്ദേശപ്രകാരം അയാൾ കൂടി സെലക്ട് ചെയ്ത ആളുകളെയും വെച്ച് മീറ്റിംഗ് നടക്കുകയാണ് അവിടെ കൊച്ചിയിൽ. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പർട്ടിക്കുലർ ദിവസം 280-ൽ പരം
മൊബൈലുകൾ, അതും വളരെ വിലപിടിപ്പ് മൊബൈലുകൾ, 50,000 60,000 രൂപയ്ക്ക് വിലപിടിപ്പുള്ള മൊബൈലുകൾ ഈ വന്നവർക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ യൂട്യൂബേഴ്സിൻ്റെ സംഘി യൂട്യൂബേഴ്സിൻ്റെ ദൈവമായിരിക്കുന്ന മറുകാടൻ എരപ്പാളിയെ പിൻപറ്റിക്കൊണ്ട് വീഡിയോ വിടാൻ വേണ്ടിയിട്ട്. അത് വലിയ തോതിൽ ഇവിടെ യുദ്ധമുണ്ടായ സമയത്ത് അവിടെയും കണ്ടു. യുദ്ധത്തിൻ്റെ യഥാർത്ഥ വർത്തമാനം ഞാനിപ്പം അവിടെ ഇപ്പോൾ നടക്കുന്ന യുദ്ധം, ഗാസയിൽ നടക്കുന്ന യുദ്ധം കാര്യങ്ങളൊന്നും ഇടാത്തതിൻ്റെ കാരണം അവിടെ നടക്കുന്ന യുദ്ധകാര്യങ്ങൾ ഞാൻ ഖലീജ് ടൈംസിൽ നോക്കി, ലോകത്തിലുള്ള പല പത്രങ്ങളിൽ നോക്കി. എല്ലാ പത്രങ്ങളും എല്ലാവരും അവരവരുടെ ഇഷ്ടപ്രകാരം അവരുടെ താല്പര്യപ്രകാരമാണ് വാർത്തകൾ വിടുന്നത്. അപ്പോൾ യഥാർത്ഥ വാർത്തകളുടെ കാര്യവും അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ ആ യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവിടെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ എരപ്പാളിക്കൂട്ടങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ മറ്റു പല കാര്യങ്ങളും ധരിപ്പിച്ച് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സന്യാസിമാർ വർഗങ്ങൾ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ, സംസാരിക്കുന്ന ആളുകൾ, ധർമ്മത്തെ പ്രതി സംസാരിക്കുന്ന ആളുകളെ അവരുടെ വായിലേക്ക് അവർ അമേദ്യം കോരി ഒഴിച്ചിരിക്കുകയാണ്. എൻ്റെ തന്നെ പല സുഹൃത്തുക്കളും, ദുബായിലുള്ള സുഹൃത്തുക്കൾ, സൗദി അറേബ്യയിലുള്ള സുഹൃത്തുക്കൾ, ഖത്തറുള്ള സുഹൃത്തുക്കൾ, പല ആളുകളും പലരും മാസത്തിൽ ഒരിക്കൽ വിളിക്കും, ചിലർ 3 മാസം കൂടുമ്പോൾ വിളിക്കും, ചിലർ 6 മാസം കൂടുമ്പോൾ സ്വാമി സുഖമല്ലേ എന്ത് പറയണു വിശേഷങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഇന്ന് അവർ മൗനം പാലിക്കുകയാണ്. എനിക്ക് വലിയൊരു ഓഫർ തന്ന വലിയൊരു മനുഷ്യൻ, സത്യസന്ധനാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് സൂര്യൻ ഉദിക്കുന്ന പോലെയാ. നാളെ സൂര്യൻ ഉദിക്കുമോ? സംശയമുണ്ടോ നിങ്ങൾക്ക്? ഒരു സംശയമില്ല. കോടാനുകോടി വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് കാലത്ത് സൂര്യൻ ഉദിക്കുന്നു. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് തന്നൊരു വാക്ക്, അദ്ദേഹം അത് മറന്നിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ സ്വാമി അപകടകാരിയാണ്. കാരണം എന്താണ്? ഇയാള് മറുകാടൻ എരപ്പാളിക്കെതിരെ സംസാരിക്കുന്നു. മറുകാടൻ എരപ്പാളിക്കെതിരെ സംസാരിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുന്നു. അങ്ങനെ വരുത്തി വെച്ചിരിക്കുകയാണ്, കാര്യങ്ങൾ അങ്ങനെ വരുത്തി വെച്ചിരിക്കുകയാണ്. ഞാനൊരിക്കലും ആരോടും എനിക്ക് ഒരു ഓഫറിനെ കുറിച്ചും ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ഞാൻ വീണ് കിടക്കുന്ന സമയത്ത് ഒരു കൈ സഹായമായിട്ട് കൈ നീട്ടും, ഞാനിത് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അങ്ങനെ കൈ എടുത്ത് കൊണ്ടുപോകും. അതിപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ലോകരുടെ സ്വഭാവമാണ്, ലോക സ്വഭാവമാണ്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ മനുഷ്യൻ എനിക്ക് തന്ന വലിയൊരു ഓഫർ, അതെൻ്റെ മനസ്സിൽ വലിയൊരു നമ്മളുടെ ഇവിടെ വരുന്നൊരു കുട്ടി കുറച്ച് ദിവസമായിട്ട് കണ്ണിനോട് ചുടുകുരു വന്നു. അപ്പോൾ അവൻ കരയുന്നുണ്ട്. ഇപ്പം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞ സമയത്ത് തന്നെത്താൻ പൊട്ടിപ്പോയി, ചോര മാത്രമാണ് പുറത്തു വന്നത്. പക്ഷെ ആ ചോര പുറത്ത് വന്ന് കഴിഞ്ഞ് പിന്നത്തെ ദിവസം അവൻ ഇറങ്ങി കളിയാൻ പോവുക. പക്ഷെ ആ പൊട്ടുന്നത് വരെ അവർ വലിയ വിങ്ങൽ അനുഭവപ്പെട്ടു. ചുടുകുരു എന്നാ പറയുക, എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വിങ്ങലാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞ ഓഫർ കിട്ടാത്തതിൻ്റെ പേരിലല്ല, സ്വാമിക്ക് ഞാനൊരു 10,000 തരാം, അത് ചിലപ്പോൾ തരാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ സ്വാമിജി എനിക്ക് ആ 10,000 രൂപ സമയത്ത് തരാൻ പറ്റിയില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കിട്ടുന്നതിന് തുല്യമാണ്. പക്ഷെ അവിടെ അവരെ തിരിശ്ശീലിടുക ചെയ്തത്. എനിക്ക് കൊടുത്ത വാക്ക് അതേപോലെ പിൻവലിച്ചു. എന്തേ പിൻവലിച്ചറിയില്ല, എനിക്കറിയാമത്. ഇന്നിപ്പോൾ ദുബായിലുള്ള അതുപോലെ തന്നെ കേരളത്തിലുള്ള പല മുസ്ലിം സമുദായത്തിലെ ആളുകൾ, ഞാനിവിടെ മണ്ണാർക്കാട് ഒരു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു മദ്രസ പഠന കേന്ദ്രം, വലിയ പഠന കേന്ദ്രമാണത്. 14 വർഷം കുട്ടികളെ they are providing റോട്ടി കപ്പട മക്കൻ ഓൾ ദീസ് തിങ്സ് 14 years. അതോടൊപ്പം അക്കാഡമിക്കായിട്ടുള്ള വിദ്യാഭ്യാസവും. അപ്പം അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ പോയിരുന്നു. ആളുകളെല്ലാവരും എന്നെ സഹർഷം സ്വാഗതം ചെയ്തു, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഒരുപാട് പേര് എൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു. അന്ന് അവിടുത്തെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വാമി ഇതിൻ്റെ ഉദ്ഘാടനത്തിന് അങ്ങ് വരണം, യൂസഫലിയൊക്കെയും വരുന്നുണ്ട്,
തീർച്ചയായിട്ടും അങ്ങ് വരണം. ഓ ശരിയെന്നും പറഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം മൂന്ന് തവണ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പല സെക്ഷനായിട്ടുള്ള ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു. അവർ ഒരാളെ മാത്രം മാറ്റി നിർത്തിയത്. ആരെ? മോഡിക്കെതിരെ സംസാരിക്കുന്ന ഒരാളെ. വിറകൊള്ളുകയാണ് ഇവിടെ. അൻവർ സാഹിബിൻ്റെ കാര്യം പറഞ്ഞു വന്നത്. PV അൻവർ സാഹിബ് വീണാൽ കേരളം വീഴും. PV അൻവർ സാഹിബ് വീണാൽ കേരളം വീഴും. അവസാനത്തെ ഒരു തൂണ് മാത്രമാണ്. ആ തൂണുമേല ഇപ്പം കേരളം നിൽക്കുന്നത്. PV അൻവർ എന്ന് പറഞ്ഞാൽ തൂണുമേല കേരളം നിൽക്കുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസഭയുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. അതിന് മുമ്പ് ഉണ്ടായിരുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഏത് മന്ത്രി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തായാലും ഇവിടെ എടുപ്പുള്ള ആൾക്കാരായിരുന്നു. പണ്ടല്ലിന് ബലമുള്ള ആൾക്കാരായിരുന്നു. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് സുധാകരൻ അതിനുള്ള ആൾക്കാർക്ക് ഓർമ്മിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള ആളുകൾ മുഴുവൻ ഒരു ബിന്ദു ടീച്ചറുണ്ട് എന്ന് പറയുന്ന എന്താ പറയണത് തന്നെ അറിയില്ല. വീണ ജോർജ് ഉണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും ഹൃദയവേദന. ഇവർക്ക് വീണ വായന. അവരുടെ ക്രിസ്ത്യൻ ആ സമൂഹത്തിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോൾ സത്യമായിട്ട് ഞാൻ പറയുകയാണ്. പലരും എന്നോട് പറയാറുണ്ട്, സ്വാമി പിണറായിയുടെ ആളാണല്ലേ, സ്വാമി കമ്മ്യൂണിസ്റ്റുകാരനാണല്ലേ എന്ന് പറയാറുണ്ട്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല. ചില കാര്യങ്ങൾ നല്ലതെന്ന് പറയുമ്പോൾ സ്വാമി ഇപ്പോൾ കോൺഗ്രസ്സുകാരനായില്ലേ, അല്ലെങ്കിൽ സ്വാമി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയും. പക്ഷെ പിണറായി വിജയനെ കുറിച്ച് എനിക്കുണ്ടായിരുന്നൊരു ധാരണ, ഹീ ഈസ് എ റിയൽ ഓർഗൻ ഓഫ് ഓപ്പറേഷൻ. അതായിരുന്നു എൻ്റെ ധാരണ. അദ്ദേഹത്തിൻ്റെ ഒരു ദണ്ടുണ്ട്. ആ ദണ്ട് ഉപയോഗിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അധികാരത്തിൻ്റെ ദണ്ട്, ചെങ്കോൽ എന്ന് പറയും. അതാണ് ഓർഗൻ ഓഫ് ഓപ്പറേഷൻ. എവിടെയെങ്കിലും അനാവശ്യമായിട്ട് തല ഉയർന്നു വന്നാൽ തലയെ അടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. എവിടെയെങ്കിലും ഒരു കൂട്ടം ആളുകൾ സാമ്പത്തികമായിട്ടോ സാമൂഹ്യമായിട്ടോ സാംസ്കാരികമായിട്ടോ താഴ്ന്നു പോയാൽ അവരെ ഉയർത്താനും കഴിയുന്ന ഒരാളാണ് പിണറായി വിജയൻ. ആ പേരിനോട് തന്നെ മറ്റേ മിന്നൽ പിണറായി എന്നൊക്കെ ഞാൻ പറഞ്ഞ് പുകഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതേ മനുഷ്യൻ നനഞ്ഞ് കൊളിഞ്ഞ് ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട്, ചെവി കേൾക്കാതെ കണ്ണ് കാണാതെ ഇരിക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ വരുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് നാടൻ ഭാഷയിൽ പറഞ്ഞ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കാക്കൂട്ടിലല്ലേ പൂഴ്ത്തിവെച്ചത്. ആ ചോദിക്കാൻ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷുണ്ടായിരുന്നു. നട്ടലിലുള്ള മനുഷ്യനാ, തണ്ടലിലുള്ള മനുഷ്യനാ. സുധാകരനുണ്ടായിരുന്നു, തോമസ് ഐസക് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കെല്ലാവരും പേര് ടീച്ചറുണ്ടായിരുന്നു, ശൈലജ ടീച്ചറുണ്ടായിരുന്നു. അതിനകത്ത് മീശയില്ലാത്തൊരു മീശക്കാരനായിരുന്നു ശൈലജ ടീച്ചർ. ആണത്തുണ്ടവർക്ക്, പൗരുഷമുണ്ടവർക്ക്. അതും പോച്ച്. ഇന്നിപ്പോ ഇവിടെയുള്ള ഒരു വനം മന്ത്രി ഉണ്ടല്ലോ, ആന കുത്തിക്കൊല്ലാൻ വരുന്നു. ആന കുത്തിക്കൊല്ലാനായിട്ട് വരികയാണെങ്കിൽ എന്ന് പറയുമ്പോൾ രണ്ടാളെ കുത്തിക്കൊന്നു കഴിഞ്ഞിട്ടായിരിക്കും അവിടെ. അങ്ങനെ ഒരു നനഞ്ഞ മന്ത്രി. ഇതുപോലെ തന്നെ ആരോഗ്യമന്ത്രി എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നത്തിൻ്റെ റെമഡി വിത്തിൻ നോ ടൈം റെമഡി ഇസ് കമ്മിങ്. എന്താ റെമഡി? ജാഗ്രത പാലിക്കണം. ആരും ഭയപ്പെടേണ്ട, ജാഗ്രത പാലിക്കണം. സൂര്യൻ്റെ ഒരു ഭാഗം പൊട്ടിയിട്ട് ഭൂമിയിൽ വന്ന് പതിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവർ പറയും ഭയപ്പെടേണ്ട, ജാഗ്രത പാലിക്കണം, ജാഗ്രത മതി. എന്താണ് ഈ ജാഗ്രത? അതെന്താ ഈ സാധനം? പാരസിറ്റമോൾ എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അത് കഴിച്ചാൽ തലവേദന ഭേദാവും. അതേപ്പോൾ 2-3 കഴിച്ചിട്ടായിരിക്കണം ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞാൽ കിടപ്പിലാവുന്നത് തോന്നണത്. അപ്പോൾ ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇതുപോലെ അളിഞ്ഞ് പുളിഞ്ഞ കുറേ സാധനങ്ങൾ. ഇതിൻ്റെ ഇടയിലാണ് PV അൻവർ എന്ന് പറയുന്ന ഒരു ചുവന്ന പുഷ്പം വിടർന്നത്. അതിനകത്ത് അജിത് കുമാർ എന്ന് പറഞ്ഞ ADGPയെ അജിത് കുമാറാക്കി മാറ്റിയത് സാഹചര്യമാണ്. എന്താണ് സാഹചര്യം? ആരും ചോദിക്കാനും പറയാനുമില്ല. ഈ അജിത് കുമാറിനെ നിലനിർത്തിയത്, കോടികൾ കൊടുത്ത് നിലനിർത്തിയത് ഈ മറുകാട് നിരപ്പാളിയാണ്. ഈ മറുകാട് നിരപ്പാളി എന്ത് കേസുണ്ടായിക്കഴിഞ്ഞാലും നാണം കെടുത്തി. യൂസഫ് അലി സാഹിബിനെ നാണം കെടുത്തി. അത് അജിത് ഡോവലിനെ നാണം കെടുത്തി. ഇവിടുത്തെ ഒരു MLA അദ്ദേഹം അധകൃതനാവുഞ്ഞ് നാണം കെടുത്തി. ആരേക്ക് നാണം കെടുത്തണം, എന്നെ നാണം കെടുത്തിയിട്ടുണ്ട്. എനിക്ക് സന്യാസം കിട്ടിയില്ല, കള്ളസന്യാസിയാണെന്ന് പറഞ്ഞിട്ട് നാണം കെടുത്താൻ നോക്കിയിട്ടുണ്ട്. ഞാനും പച്ചത്തറി പറയാൻ ശീലിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ മെക്കെട്ട് കയറുന്നില്ല, ഇനിയിപ്പോൾ എന്താ കയറുമെന്ന് അറിയില്ല. ഇങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മുഴുവൻ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല.
ഈ ചോദിക്കാനും പറയാനും ആളുകൾ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ നിയമം എന്ന് പറഞ്ഞാൽ വക്കീൽമാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ജഡ്ജിമാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇവരെല്ലാവരും ഇരിക്കുന്നത് നല്ലൊരു വക്കീലിനെ ഏർപ്പെടുത്താൻ. എന്ത് തന്നെ സംഭവിച്ചാലും നല്ലൊരു വക്കീലിനെ ഏർപ്പെടുത്താൻ എന്ത് വേണം? അങ്ങേർക്ക് ഒരു മണിക്കൂർ അറ്റൻഡ് ചെയ്യാൻ 10 ലക്ഷം രൂപ. ഓക്കെ, അതിനേക്കാൾ നല്ലൊരു വക്കീൽ വന്നിട്ടുണ്ട്, അങ്ങേർക്ക് 1 മണിക്കൂർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ. ഓക്കെ, അതിന് ഞാൻ തയ്യാറാണ്. കേസ് ജയിക്കുന്നു. ഇങ്ങനെ അയാൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പോലീസ് സംവിധാനത്തിൽ ആരെയും പേടിയില്ലാതെ വിലസുകയാണ്. അതിന് നേതാവാണ് ഈ അജിത് കുമാർ. ഇന്നിപ്പോൾ PV അൻവർ ഈ പൊട്ടിക്കൽ പൊട്ടിച്ചു. അയാൾക്കൊരു എന്തായാലും പറയാ ഒരു MLA ആയിട്ട് അവിടെ ഇരുന്നാൽ മതി. ഇങ്ങനെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് എനിക്കൊരു മന്ത്രിയാകണമെന്ന് ചിലപ്പോൾ മന്ത്രിയായി മാറും. അതല്ല ചെയ്തിട്ടുള്ളത്. PV അൻവർ എടുത്ത് ചാടുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ശ്രീകൃഷ്ണൻ ചാടിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ചാടല്ലേ ആറ്റിലേക്ക് അച്യുത, ചാടല്ലേ. അവിടെ കാളിയ സർപ്പമുണ്ട്. പക്ഷെ അച്യുതൻ എടുത്ത് ചാടി. അദ്ദേഹം കാളി സർപ്പത്തിന്റെ മേലെ ഡാൻസ് ആടി ആ തല തകർത്തു. ഇതുപോലെ PV അൻവർ എടുത്ത് ചാടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൃഷ്ണന്റെ പോലെ കാളിയന്റെ വിഷം പടർത്തുന്ന ഈ പറയുന്ന മറുകാടൻ എരപ്പാളി, അവന് കൂട്ടുനിൽക്കുന്ന അജിത് കുമാറിനെ പോലുള്ള ആളുകൾ, ആ അജിത് കുമാറിനെ പേടിച്ച്, അജിത് കുമാറിന്റെ പേര് കേൾക്കുമ്പോൾ പേടിച്ച് വെച്ച് മുട്ടുകാലിട്ടിക്കുന്ന എന്താ വേണ്ട വിപ്ലവ സിംഹം എന്ന് പറയാം പിണറായി വിജയൻ. ഇവരെല്ലാവരും കൂടിയിട്ട് ഇന്നിപ്പോൾ കേരളത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന കൂട്ടമായിട്ട് മാറിയിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടിയിട്ട് PV അൻവറിനെ നോട്ടം വെച്ചിരിക്കുകയാണ്. PV അൻവർ വീഴും. PV അൻവർ വീണാൽ കേരളം വീഴും. PV അൻവർ വീഴില്ല. PV അൻവർ വീണില്ലെങ്കിൽ കേരളത്തിന്റെ ഗതി ശോഭനമാകും. ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടുന്നൊരു കാര്യം, PV അൻവർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ പരാജയപ്പെടുന്നത് കമ്മ്യൂണിസം ഒന്നല്ല, കോൺഗ്രസിസം അല്ല. ഇവിടെ പരാജയപ്പെടുന്നത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്നത് ക്രിസംഖ്യക്കൂട്ടങ്ങളും സംഘിക്കൂട്ടങ്ങളും ഇവിടെയുള്ള മുസ്ലിങ്ങളും തമ്മിലാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഗുരുവായൂര് ഒരു പെണ്ണ് കയറിയിട്ട് അവിടെ പടം വരയ്ക്കലും പിടിക്കലും പൈനെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്, കേസായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പോലും ഞാൻ ഇന്ന് ഇതിൽ നോക്കിയ സമയത്ത് 100 കണക്കിന് വീഡിയോസാണ് വന്നിട്ടുള്ളത്. അവൾ സുഡാപ്പിയാണെന്ന്. അവളെ പറഞ്ഞയച്ചിട്ടുള്ളത് മുസ്ലിം നേതൃത്വമാണ്. അവളെ പറഞ്ഞയച്ചിട്ടുള്ളത് ഹിന്ദുക്കളുടെ അമ്പലത്തിന്റെ മുമ്പിലുമായിട്ട് അലമ്പാക്കാൻ വേണ്ടിയിട്ട്. അതിവിദൂരമായിട്ടുള്ള സാധ്യത പോലില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് ഇനി ഒരു പറയും സിറിയയിൽ നിന്നാണ് ഇവളെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ മറ്റേ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇറാൻ എന്നാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതൊക്കെ പറയും. അപ്പം അതുപോലും ഇവിടെയുള്ള നിരപരാധികളായിട്ടുള്ള മുസ്ലിം സമുദായത്തിന് തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. അതിൽ നമ്മൾ വിചാരിക്കുന്നൊരു ഇമ്പാക്റ്റ് അല്ല ഉള്ളത്. ഏത് സമയത്തും എപ്പോഴും ഒരാൾ വഴികൂടെ പോണ ആൾ ഇവണ്ടല്ലോ തനി കളനാട്ടോ, അപ്പോൾ നമ്മൾ പറയും ഒന്നും മിണ്ടാനിക്ക് പാവം. പക്ഷെ പിറ്റേ ദിവസം വരുമ്പോൾ ഇയാളെ കളനാട്ടോ, നിങ്ങൾ 10 വട്ടം പറഞ്ഞു നോക്ക്. പിന്നെ നമ്മളയാളെ നോക്കുന്നത് ഇനി കള്ളനാവോ എന്നൊരു സംശയം. വഴിക്കൂടെ പോണ ഒരു കുട്ടിയോട് വിളിച്ചു പറഞ്ഞിടാ പള്ളിയിൽ അപ്പം കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ആ പയ്യൻ ഓടി ആ പള്ളിയിൽ അപ്പം വാങ്ങിക്കാൻ. പിന്നാലെ വേറൊരു പയ്യൻ വന്നപ്പോൾ അവനോടും പറഞ്ഞു ഡാ ആ പള്ളിയിൽ അപ്പം കൊടുക്കുന്നുണ്ട്. അവനും പിന്നാലെ ഓടി. മൂന്നാമതൊരു പയ്യൻ വന്നപ്പോൾ അവനോടും പറഞ്ഞു ഡാ പള്ളിയിൽ അപ്പം കൊടുക്കുന്നുണ്ട്. അവനും ഓടി. പിന്നാലെ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, അതേതൊരു കഥയാണ്, ഞാൻ ഒരു മുല്ല നസറുദ്ദീൻ്റെ കഥ. മുല്ല നസറുദ്ദീൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് സംശയം, അവിടെ ഇനി അപ്പം കൊടുക്കുന്നുണ്ടോ? അയാളും പിന്നാലെ ഓടി. ഇതുപോലെ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ കേരളത്തിലെ സർവ്വവിധമായിട്ടുള്ള മഴ കുറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായം കാരണം, വെയിലേറിപ്പോയി കഴിഞ്ഞാൽ മുസ്ലിം സമുദായം കാരണം, ഉരുൾപൊട്ടലുണ്ടായാൽ മുസ്ലിം സമുദായം കാരണം, ഇങ്ങനെ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഈ മാലിന്യ കൂമ്പാരത്തിലിട്ട് ഓവിലിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാരാ ആദ്യം അറിയേണ്ടത്? ഇവിടുത്തെ മുസ്ലിം സമുദായമാണ് ആദ്യം അറിയേണ്ടത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര MP സൃഷ്ടിക്കാം. അവരുടെ പാണക്കാട്ട് തറവാട്ടുള്ള ആ ഒരു കോക്കസ്, അവിടെ എല്ലാം എത്ര ആൾക്കാർക്ക് അവിടെ MLA സ്ഥാനം കൊടുക്കാം, എത്ര ആൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാം, എത്ര പേർക്ക് കോൺഗ്രസുമായിട്ട് മറ്റേ കോൺഗ്രസുമായിട്ടുള്ള മറ്റേ പണി അതന്നെ. അതിനതാ പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന് വരെ ആരും വരില്ല, പക്ഷെ കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ വേറെ ഗതിയില്ല.
ആയതുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള മറ്റേ പണി എങ്ങനെയൊക്കെ നടത്താം ഇതുമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ തകർന്ന് തരിപ്പണമായിട്ട് പോകുന്ന മുസ്ലിം സമൂഹമാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് കെട്ടുറപ്പുണ്ടായിരുന്നു. സാമ്പത്തിക കെട്ടുറപ്പ്, സാംസ്കാരിക കെട്ടുറപ്പ്, സാമൂഹ്യ കെട്ടുറപ്പ്. അത് പറഞ്ഞ് ബുദ്ധിയോടുകൂടി തന്നെ ഒരുവൻ ഒറ്റയ്ക്കെന്ന് പറയാം. ആ ഒരു കാര്യത്തിൽ നമുക്ക് അയാൾക്ക് ഒരു തൊപ്പി വെച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കിരീടം വെച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഒരു പത്മശ്രീ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആർക്ക്? മറുകാടൻ എരപ്പാളിക്ക്. അകാലത്ത് മുതൽ വൈകുന്നേരം വരെ ഒരു മടുപ്പുമില്ലാതെ ഒരു മുഷിപ്പുമില്ലാതെ കേരളത്തിൽ നടക്കുന്ന സകലമാന കാര്യങ്ങൾ മഴ കുറഞ്ഞാലും പറയും മഴ കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞ് അതും മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ടുവയ്ക്കും. മുസ്ലിങ്ങൾ ഇതെല്ലാം വായിച്ച് വായിൽ വിരലിട്ടുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ സ്ഥിതി. മാത്രമല്ല എന്നെപ്പോലുള്ള ആളുകൾ, എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംരക്ഷിക്കേണ്ട എൻ്റെ കടമയല്ല, ഹിന്ദുവിനെ സംരക്ഷിക്കേണ്ട എൻ്റെ കടമയല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്നോ എൻ്റെ കടമയല്ല. പക്ഷേ കാലങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ചതാണ്. തെറ്റുകളെ നോക്കിയിട്ട് ഞാൻ ഇത് തെറ്റുകളാണെന്ന് പറയും. എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ പറയും. എന്നെ തൻ്റെ സ്വന്തത്തിൽപ്പെട്ട് എന്നെ സംരക്ഷിക്കേണ്ടുന്ന ഒരുവൻ എന്നെ വഴിയാധാരമാക്കിയ സമയത്ത് അവനോടൊപ്പം കൂടിച്ചേർന്ന് നിൽക്കാണ് എൻ്റെ വീട്ടുകാർ ശ്രമിച്ചത്. കാരണം എന്താ? സ്വാർത്ഥ താല്പര്യ സംരക്ഷണം. അവർ അടക്കം കൂടിയിട്ടാണ് എന്നെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇന്നും ആ റോട്ടിലാണ് ഞാൻ എവിടെയാണ് എന്താണ് എന്നും ആർക്കും അറിയില്ല. എൻ്റെ പെറ്റ തള്ള പോലും എന്നെ കണ്ടിട്ട് വർഷങ്ങളായി, 10-14 വർഷങ്ങളായി. ഇവിടുന്ന് 600 കിലോമീറ്റർ 700 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. കാണാൻ എനിക്ക് മോഹമില്ല. കാരണം ബന്ധമെന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴല്ലേ ബന്ധമുള്ളൂ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചത്തുപോയവനാ, എന്നെ സംബന്ധിച്ചിടത്തോളം അവരും ചത്തുപോയവളാ. അതാണ് സ്ഥിതി. എല്ലാം എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? RSSന് വേണ്ടിയിട്ട്. എല്ലാം എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? ഇപ്പം BJPക്ക് വേണ്ടിയിട്ട്. ഇവിടെ നിൽക്കുന്ന 2 പേരിൽ ഒരാളെ നമ്മുടെ ബറാബസിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും കാര്യം പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുന്ന 2 പേരിൽ ഒന്ന് നിൽക്കുക പഴയ രമേശൻ അഥവാ സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ, അപ്പുറത്ത് സുരേഷ് ഗോപി. എൻ്റെ സ്വന്തം വീട്ടുകാരുടെ പെറ്റ തള്ളയോട് ചോദിച്ചാലും എനിക്ക് സുരേഷ് ഗോപിയാ മതി, മറ്റവനെ കൊന്നയ്ക്കാൻ പറയും. ആ രീതിയിൽ ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. ആ രീതിയിലാക്കി മാറ്റിക്കഴിഞ്ഞു. എന്നിട്ടും ശക്തമായിട്ട് യുക്തിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇവർ പറയുന്നതെല്ലാം ശരിയെന്ന് പറയാനുള്ള ശേഷി മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെടും എന്ന് ഞാൻ കരുതിയതല്ല. അവർക്ക് നഷ്ടപ്പെട്ടു. കൃത്യമായിട്ട് കേരളത്തിൽ നിന്ന് ഹിന്ദുക്കൾ പലയിടത്തും ഇളക്കങ്ങളുണ്ട് അവർക്ക്. അത് RSSൻ്റെ നേതൃത്വത്തിൽ ശരിയല്ലാത്ത ഇളക്കങ്ങളാണ്. ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട് കാസ അതിനുള്ള ആൾക്കാർ. പക്ഷേ മുസ്ലിം സമുദായത്തിനകത്ത് നാറിപ്പൊളിച്ച പഴന്തുണി പോലെ ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള സമൂഹം മൊത്തം കുറേ മദ്രസകളും അവരുടെ വിശ്വസിക്കുന്ന ദൈവങ്ങൾ മാത്രമായിട്ടെല്ലാം ദൈവം നോക്കിക്കോളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞിട്ട്. ഏതായാലും അവസാനം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. VV അൻവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം പരാജയമല്ല, കേരളത്തിൻ്റെ നട്ടെല്ലാണ് തകരുക. കേരളമേ നട്ടെല്ലാണ്, കണ്ടിട്ടില്ലേ? കരയില പോലെ നീണ്ടു കിടക്കുന്നത് നട്ടലിൻ്റെ രൂപത്തിൽ. ആ നട്ടൽ ഒടിഞ്ഞു പോകുന്ന യാതൊരു സംശയവുമില്ല. PV അൻവർ ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. PV അൻവർ തോൽക്കും എന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ധർമ്മമാണ്, എത്തിക്സ്, വാല്യൂസ്, ചില സത്യങ്ങൾ, അത് അദ്ദേഹത്തിന് പ്രശ്നമുള്ളൂ. അതെനിക്ക് മനസ്സിലായി. അങ്ങനത്തെ ഒരു കുടുംബക്കാരനാണ് അയാൾ. ആയതുകൊണ്ട് അയാളുടെ വായന അത് വരും, ഇനിയും വരും. ആ വരുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടത് ആരാ? ഇവിടുത്തെ മുസ്ലിങ്ങളാണ് നിൽക്കേണ്ടത്. ഇവിടുത്തെ ധർമ്മത്തെ മേൽക്കയറ്റാൻ താല്പര്യമുള്ള ഹിന്ദുക്കളാണ് ഇതിൻ്റെ ഒപ്പം നിൽക്കേണ്ടത്. ഇവിടുത്തെ സർക്കാരാണ് ഇതിൻ്റെ ഒപ്പം നിൽക്കേണ്ടത്. ഈ 3 കൂട്ടം ആൾക്കാരിപ്പോൾ പിണറായി PV അൻവറിനെ എങ്ങനെ അടക്കാം, എങ്ങനെ ഒതുക്കാം, ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതൊരപകടം. അപ്പം എന്ത് ചെയ്യണം? മയക്കിക്കെടുക്കുന്നതും ചത്തുപോകുന്ന ശേഷം ഒരുപോലെ തന്നെയാണ്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. PV അൻവർ, എനിക്ക് പ്രാർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ദൈവം അവതരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മുമ്പിൽ അവതരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത്, PV അൻവർ പരാജയപ്പെടാതിരിക്കാൻ ദൈവമേ അങ്ങയുടെ കൃപയുണ്ടാകണം. ഇതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കാരണം PV അൻവറിൻ്റെ തോൽവി കേരളത്തിൻ്റെ തോൽവിയായിരിക്കും. PV അൻവറിൻ്റെ തോൽവി അജിത് കുമാറിൻ്റെ വിജയമോ അല്ലെ പിണറായിയുടെ കാര്യങ്ങളൊന്നുമല്ല, മറുകാടൻ എരപ്പാളിയുടെ വിജയമായിരിക്കും.
സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാര്യയില്ല, കുട്ടികളൊന്നുമില്ല. നാളെ പാലം എൻ്റെ തല തല്ലി തകർത്താലും അതവിടെ തീരും. അത്രയേ ഉള്ളൂ. ആരും കരയാനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സൂക്ഷിക്കേണ്ടവർ സൂക്ഷിക്കുക. നമസ്കാരം.